ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ജെ സ്പോർട്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3 താരങ്ങളെക്കുറിച്ചാണ്. ഫഗുണ്ടോ പെരേര, ജോർദാൻ മുറെ ആൻഡ് ഗാരി ഹൂപ്പർ. കഴിഞ്ഞ മത്സരത്തിൽ ഇവർ 3 പേരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ്ങിൽ പ്രധാന പങ്ക് വഹിച്ച 3 താരങ്ങളാണ്. ജോർദാൻ മുറെ ഗാരി ഹൂപ്പർ കോമ്പിനേഷൻ 100% വർക്കൗട്ടാണെന്നും നമുക്ക് മനസ്സിലായി. കൂടാതെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ബോൾ എത്തിക്കാനായി തൊട്ട് ബാക്കിൽ തന്നെ ഫഗുണ്ടോ പെരേരയുമുണ്ട്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയായിരിക്കും ഇത്തവണയും കിബു വിക്കുന മുതലെടുക്കുന്നത്. ഫഗുണ്ടോ പെരേരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4ഉം 5ഉം താരങ്ങളെ ഒരുമിച്ച് ട്രിബിൾ ചെയ്ത് അസിസ്റ്റ് കൊടുക്കാനും ഗോളടിക്കാനും കൽപ്പുള്ള ഒരു താരം തന്നെയാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ നമ്മൾ ഗോളുകളൊന്നും കണ്ടിട്ടില്ല. എന്നാലും അദ്ദേഹം ഗോളിന് വേണ്ടി ധാരാളം ഷോട്ട് അടിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. ജോർദാൻ മുറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് പക്കയാണ്. അദ്ദേഹത്തിൻ്റെ ഗോളുകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഗോളും അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. എന്നാലും അദ്ദേഹത്തിനും ചെറിയ ഫാൾട്ടുകളുണ്ട്. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ ഗാരി ഹൂപ്പർ ഒരു ത്രൂ ബോൾ നൽകി, എന്നാൽ അദ്ദേഹം അത് അടിച്ച് പുറത്ത് കളയാണ് ചെയ്തത്. അപ്പോൾ ഷോട്ട് ഓൺ ടാർഗറ്റിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും ജോർദാൻ മുറെ കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന് റേറ്റിംഗ് ISL 10ൽ 10 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് ജോർദാൻ മുറെ മത്സരം ഉടനീളം കാഴ്ചവെച്ചത്. അടുത്ത് നമ്മൾക്ക് പറയാനുള്ള താരമാണ് ഗാരി ഹൂപ്പർ. വളരെ പ്രതീക്ഷയോടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഒരു താരമാണ് ഗാരി ഹൂപ്പർ. കൂടാതെ തന്നെ ISLലെ തന്നെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ കൂടിയ താരം കൂടിയാണ് ഗാരി ഹൂപ്പർ. എന്നാലും അദ്ദേഹത്തിന് അതിനൊത്ത പ്രകടനം ഇതുവരെയും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്നാലും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ആദ്യമുള്ള മത്സരങ്ങളെക്കാൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത്. എന്തു തന്നെയായാലും ഗാരി ഹൂപ്പറിൻ്റെ ആ പഴയ ഫോമിലേക്ക് എത്തുവാൻ ഇപ്പോഴും ധാരാളം ആരാധകർ കാത്തിരിക്കുന്നു എന്നത് മറ്റൊരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും മികച്ച രീതിയിൽ കളിക്കാൻ സമയമുണ്ട്. ലീഗിൽ ഇനി 10ഓളം മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാനുമുണ്ട്. എന്തായാലും ഇവർ എല്ലാവരും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ ലീഗിലെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കിംഗ് സോൺ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത് തന്നെയാണ്. എന്തു തന്നെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ വളരെയധികം കഠിനാധ്വാനത്തോടെ സ്ട്രൈക്ക് ചെയ്താൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ധാരാളം ഗോളടിക്കാനും മത്സരത്തിൽ ജയിക്കുവാനും സാധിക്കുമെന്നത് ഷുവർ തന്നെയാണ്. എന്തായാലും ഈ 3 താരങ്ങളും മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ കാണുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പായ കാര്യം തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ കോച്ച് കിബു വിക്കുന പറഞ്ഞ ഒരു കാര്യമുണ്ട്. എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇനി ഇറക്കേണ്ട ലൈനപ്പിൻ്റെ കാര്യത്തിൽ ഏകദേശം കൺഫേമായി എന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരത്തിൽ വളരെയധികം ഒരു ആർജവത്തോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ കൊണ്ട് അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.